നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് കെ ജയശങ്കർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ വിവാദങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ചർച്ചകൾ അതിന്റെ വഴിക്ക് പോകുമ്പോൾ മറുവശത്ത് പ്രാർത്ഥിക്കുകയാണ് ADGP MR അജിത് കുമാർ. അല്ല, നമുക്ക് വേണമെങ്കിൽ ഇത് പരിഹാസമായിട്ട് കാണാം. പക്ഷേ ഇതിലെ രാഷ്ട്രീയ വശം എന്ന് വെച്ചാൽ MR അജിത് കുമാറിന് വളരെ പ്രബലരായ ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ ഉണ്ടെന്ന് പറയുക കൂടുതൽ. അദ്ദേഹത്തെ ക്രമസമാധാന പരിപാലന ചുമതലയിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെടുന്നവരുണ്ട്, സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട്, പിരിച്ചുവിടണം എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകനായി നിൽക്കുന്ന അത് മുഖ്യമന്ത്രിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലുള്ള ആൾ എന്ന് പറയുന്ന സംസ്ഥാന പോലീസ് മേധാവി ഇദ്ദേഹത്തോട് വളരെ അതൃപ്തിയോട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നു, PV അൻവറിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത് തീർച്ചയായിട്ടും ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ മനുഷ്യൻ എന്താ ചെയ്യാം? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ സംരക്ഷണമുണ്ട്. അദ്ദേഹത്തിന്റെ ഉറ്റ തോഴനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരു അരക്ഷിതത്വ ബോധം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശത്രു സംഹാര പൂജ നടത്തിയത്. അത് നല്ല കാര്യമാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങളുണ്ടെന്നും അവിടെ ഇങ്ങനെയുള്ള വഴിപാടുകളുണ്ടെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശം. പിന്നെ സമയം പോലെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു പൂമുടലും കൂടി നടത്തുന്നത് നന്നായിരിക്കും. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ നാട്ടിൽ ഒരു ധീര വിപ്ലവകാരി അവിടെ പൂമൂടൽ നടത്തി കുറച്ചാൾ മുമ്പ് വിവാദമായതായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ കഴിക്കുന്ന നല്ലതാണ്. ആപതി കിങ്കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായം എന്ന ആപത്ത് കാലത്ത് എന്ത് ചെയ്യാ? അത് അമ്മയുടെ ചരണയുഗളം, അതായത് കാലുകൾ, രണ്ട് കാലുകളെ സ്മരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിച്ച അജിത് കുമാറിന് എല്ലാ ആശംസകളും വരും. ഏതായാലും വിശ്വാസത്തെ കുറിച്ചൊന്നും അധികം നമുക്ക് സംസാരിക്കാനൊന്നും അതിലൊന്നും ഇടപെടാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ പ്രാർത്ഥന മാത്രമേ ഇനി വഴിയുള്ളൂ എന്നുള്ളൊരു ലെവലിലായിരിക്കും അല്ലേ കാര്യങ്ങൾ. ഇതിപ്പോൾ ആരാണ് എതിരെ നിൽക്കുന്നത് എന്നുകൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിന്റെ മിത്രങ്ങളെയും കൂടി സംശയിക്കണം. ഇനി മിത്രസംഹാര പുഷ്പാഞ്ജലി വേറെ കഴിക്കാനായിട്ട് വകുപ്പുമില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതെ, അത് മാത്രമല്ല വേറൊരു കാര്യം, ഈ ശത്രു സംഹാര പൂജയുമായി ബന്ധപ്പെട്ട് കുറെ നാളുകൾക്ക് മുമ്പ് DK ശിവകുമാറിന്റെ കാര്യം നമ്മൾ സംസാരിച്ചതാണ്. അതേ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് MP ഗോവിന്ദൻ ഉൾപ്പെടെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതാണ്. വീണ്ടും അതിനെക്കുറിച്ച് പറയേണ്ടി വരുമല്ലോ. തീർച്ചയായിട്ടും ഇതൊക്കെ വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷത. അതെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിനെ.